നമസ്കാരം. കോട്ടയം കുരോപ്പടയിൽ കളനാശിനി കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച ഗ്രഹനാഥനും മരിച്ചു. ചികിത്സയിലായിരുന്ന ളാക്കാട്ടൂർ മറ്റപ്പള്ളി ചിറ്റപ്പുറത്ത് തോമസ് എബ്രാഹാം ഇന്ന് രാവിലെയാണ് മരിച്ചത്. ശനിയാഴ്ച എബ്രാഹാമിന്റെ ഭാര്യയും മൂത്ത മകളും മരിച്ചിരുന്നു. മകൻ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശനിയാഴ്ച പുലർച്ചെ 5:30-യോടെയാണ് തോമസിന്റെ മകൾ മരിയ മരിച്ചത്. മകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു പിന്നാലെ വൈകിട്ട് 4-ഓടെ അമ്മ ജോസ്നയും മരിച്ചു. അതേസമയം ഇവരുടെ സംസ്കാരം തിങ്കളാഴ്ച നടക്കും. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ ദാരുണ സംഭവം പുറം ലോകം അറിയുന്നത്. കടുത്ത സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. കുരോപ്പട സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായി ജോലി ചെയ്തു വരികയായിരുന്നു മരിച്ച ജോസ്ന. സംഭവ ദിവസം ഉച്ച മുതൽ ജോസ്നയുടെ കോതനല്ലൂർ സ്വദേശിയായ സഹോദരൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരും ഫോൺ എടുത്തിരുന്നില്ല. ഇതിൽ സംശയം തോന്നി വൈകിട്ടോടെ ഇയാൾ മറ്റപ്പള്ളിയിലെ വീട്ടിലെത്തിയപ്പോൾ വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ വീടിന്റെ പിൻവാതിൽ ചവിട്ടി തുറന്ന് അകത്തു കടന്നപ്പോഴാണ് 4 പേരെയും വീട്ടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് തോമസിനെയും ജോസ്നയെയും മകളെയും കോട്ടയം മെഡിക്കൽ കോളേജിലും ഇളയ മകനെ കുട്ടികളുടെ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. ജോസ്നയും മക്കളും ജ്യൂസിൽ കളനാശിനി കലർത്തിയും ഭർത്താവ് തോമസ് മദ്യത്തിൽ കീടനാശിനി ചേർത്തുമാണ് കഴിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്തു. സംഭവ സ്ഥലത്തുനിന്ന് കളനാശിനിയുടെ കുപ്പിയും പോലീസ് കണ്ടെടുത്തിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുതൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ഇവർക്ക് ജീവൻ രക്ഷാ സഹായം നൽകിയെങ്കിലും അമ്മയുടെയും മകളുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് അച്ഛനും മരിച്ചു. നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിലായ ഇളയ മകൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. കുട്ടികളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അലന്റെ ജീവൻ നിലനിർത്താനായി കഴിഞ്ഞ 96 മണിക്കൂറിലധികമായി തുടർച്ചയായി ഡയാലിസിസ് ഉൾപ്പെടെയുള്ള തീവ്ര പരിചരണങ്ങളാണ് ഡോക്ടർമാർ നൽകി വരുന്നത്. കുട്ടിയുടെ ആരോഗ്യനിലയിൽ നിലവിൽ മാറ്റങ്ങളൊന്നുമില്ല എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മകൾ മരിയയുടെ മൃതദേഹം കാരിത്താസിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലായിരുന്നു. അമ്മ ജോസ്നയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലും. അതേസമയം സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണോ ഈ കൂട്ട മരണത്തിന് കാരണമാക്കിയതെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു എബ്രാഹാമും കഴിഞ്ഞിരുന്നത്. അതിനിടയ്ക്കാണ് മരണം സംഭവിച്ചത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു.